ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ വെച്ചിട്ട് ദിക്ർ ചൊല്ലുന്ന ടൈമുള്ളൂ ആ മനുഷ്യരെ പോയി കൽത്തർത്തിട്ട് കൊന്നൊരു വ്യക്തിയായി തിക്കട് ഇബ്നു അബ്ദുൽ വഹാബ് ചൊല്ല ആള് പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് മുസല്ലയിൽ തസ്ബീഹ് ചൊന്നുകൊണ്ടിരിക്കുമ്പോ അയാള് സുന്നിയായിട്ട് ചൊന്ന് ഒറ്റ കാരണം കൊണ്ടുത്തു അയാളെ അർത്തിട്ട് കൊന്നേ ദുഷ്ടായി തിക്കട് ഇബ്നു അബ്ദുൽ വഹാബ്. അങ്ങനത്തെ ഒരു ക്രൂരിയും ദുഷ്ടനും തമ്മാടിയുമായ മനുഷ്യൻ അവൻ തുടങ്ങി വെച്ചോ പാർട്ടിയായി തിക്കിട് ഈ സലഫിസം വഹാബിസം ചൊല്ലുന്ന പാർട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തോക്ക സഖാഫിന്റെ പച്ച കളവ് കേട്ടതല്ല, എന്തൊരു ക്രൂര മനസ്സ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനക അദീം. എന്തൊരു അപരാധം, എന്തൊരു കളവ് ഇയാൾ പറഞ്ഞ. ഭീകരവാദം ഉഗ്രവാദം ഇസ്ലാമിൽ ഉണ്ടോന്ന് ഇയാൾ വരുത്തി തീർക്കുന്നല്ലേ. ലോകം അറിയപ്പെടുന്ന ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണം, തട്ടിവിട്ട കള്ളക്കഥ. മറ്റേ കാസിം റഹ്മത്തുള്ള കാസിമിന്റെ അതേ കോപ്പി ആ കാസറ്റ് കേട്ടിട്ട് ഇവിടെ പ്രസംഗിച്ചിട്ട് ഇവിടെ നാട്ടിൽ വന്നിട്ട് ഫിത്തനാക്കുന്ന തോക്ക സഖാഫിനെ നിങ്ങൾ തിരിച്ചറിയണം. തോക്ക സഖാഫിനെ പോലത്തെ ആൾക്കാർ ഇന്നും ഇന്നലെയല്ല, പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലുണ്ടായി. കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വ ശയാതീനൽ ഇൻസി വൽ ജിന്നി എന്ന് ഖുർആനിൽ പറഞ്ഞല്ലോ. അപ്പൊ ആ ജിന്ന് വർഗത്തിൽപ്പെട്ട മനുഷ്യവർഗത്തിൽപ്പെട്ട തോക്ക സഖാഫിനെ പോലത്തെ ആൾക്കാർ ഇസ്ലാമിന്റെ ശത്രുക്കൾ പണ്ട് മുതലേ ഉണ്ടായി. എനിക്ക് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നവരാണ് സലഫികൾ. അതുകൊണ്ടുണ്ടല്ലേ നിങ്ങളെ ഈ ഭീകരവാദം പറഞ്ഞിട്ടൊന്നും നിങ്ങളെ ഈ പൊളിച്ചനാറി ആദർശത്തെ നിലനിർത്താൻ നിങ്ങളെ ജന്മത്തിൽ കയ്യല തോക്ക സഖാഫി. ആ പായസം ഉണ്ണാനായിട്ടില്ല, മനസ്സിലായില്ലേ? ഞങ്ങളെ പണ്ഡിതന്മാർ ശക്തമായിട്ട് കിതാബിപരമായിട്ട് മറുപടി മണിമണിയായിട്ട് കൊടുക്കുമ്പോണ്ടല്ലേ കിതാബിൽ കൃത്രിമം കാണിച്ചിട്ട് ഇല്ലാത്ത ആരോപണം നടത്തിയിട്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്നും മനസ്സിലിരിക്കട്ടെ. ഇനി ശൈഖുൽ ഇസ്ലാം ഇന്ത്യയിൽ ഇന്നലെ വന്ന ആര് സലഫികൾ എന്തൊരു കോമഡി. ഇന്ത്യയിൽ ഇന്നലെ വന്നല്ല തോക്കെ, ഇന്ത്യയിൽ പഠിച്ചു നോക്ക് എത്ര പണ്ഡിതന്മാർ സലഫി പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ. ഇനി സലഫികളല്ലേ മാലിക് ദിനാറും സംഘം ആര് സലഫികളല്ലേ? നിങ്ങളെ ഈ ശുർക്കും ഖുറാഫത്തും നിങ്ങളെ ജാറും ഉറൂസും കുത്തുബിയത്തും റാത്തീബും മൗലൂദും കേലൂദും ചേലയും മാലയും ഒന്നും അവർക്ക് അറിയോ? അവർക്ക് പരിചയമില്ല, അവരുടെ ജീവിതകാലത്ത് ഒന്നും അറിയില്ല. ഇനി ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഉസ്താദ് ഇന്ത്യക്കാരൻ തോക്ക സഖാഫി പഠിച്ചോ. മനസ്സിലായി? വലിയ പണ്ഡിതനായിരുന്നു ആര്? മുഹമ്മദ് ഹയാത്ത് സിന്ധി. ഇന്നത്തെ പാകിസ്ഥാനിലുള്ളൂ. അന്ന് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ ഒന്ന് തന്നെയല്ലേ ആ കാലഘട്ടത്തിൽ. ഇന്ത്യയിൽ വേറെ പണ്ഡിതന്മാർ സലഫി പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. തോക്ക സഖാഫിയെ ഇന്നലെ ഇന്നും വന്ന പള്ളിയൊന്നും അല്ല ഇത്, മനസ്സിലായില്ലേ? ഇയാള് പവിത്ര സന്ദേശം പൊക്കിപ്പിടിച്ചിട്ട് ഇന്നലെ വന്ന് ഞാൻ തുടങ്ങി എന്ന് പറയും. നിങ്ങൾ വന്നതിന്റെ തുടങ്ങിന്റെ ഹിസ്റ്ററി ഞാൻ പിന്നെ പറയുന്നത് ഇൻഷാ അല്ലാഹ് ക്ലിപ്പ് നീളും. അപ്പൊ സലഫി പണ്ഡിതന്മാർ സിദ്ദീഖ്, ഹസൻ ഖാൻ, അൻവർ സാൽ കാശ്മീരി പോലെയുള്ള പണ്ഡിതന്മാർ ഇന്ത്യയിൽ മുന്നേ ഇല്ല. ഇനി ഇന്ത്യയിൽ എത്രയോ പഴക്കമുള്ള അറബിക് കോളേജ് അവിടെ ധാർവാഡ് ഗുൽബർഗയിലെല്ലാം ഉണ്ടായി. ഇനി ചാർമിനാർ മസ്ജിദ് രണ്ടുണ്ട്. ഒരു പഴയ ചാർമിനാർ ശിവാജിനഗരത്ത് പോയിട്ട് നോക്ക്, കണ്ണു തുറന്നിട്ട് തോക്ക സഖാഫി 600 വർഷം പഴക്കമുള്ള സലഫി പള്ളി അഹ്ലെ ഹദീസിന്റെ പള്ളിയുണ്ട്. ഇനി കേരളത്തിലേക്ക് ഫസ്റ്റ് വന്നത് സലഫികളിൽ മാലിക് ദിനാർ സംഘം ആര്? നിങ്ങളെ ഖുറാഫികളാ അല്ലല്ലേ? ഇനി ശൈഖുൽ ഇസ്ലാമിനെ പറ്റി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പറ്റിയിട്ട് ഇയാൾ ഇല്ലാത്ത ആരോപണം. വലിയ പണ്ഡിത കുടുംബത്തിൽപ്പെട്ട ഇസ്ലാമിന് അങ്ങേയറ്റം നെഞ്ഞിലേറ്റിയ കുടുംബത്തിൽ നിന്ന് വന്ന മഹാനായ പണ്ഡിതനാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ് അതായത് ഉപ്പാപ്പ അവർ വലിയ കാളിയായിരുന്നു, മുഫ്തിയായിരുന്നു, ബാപ്പ കാളിയായിരുന്നു അവിടുത്തെ. എന്നിട്ട് ഇയാൾ ഇല്ലാത്ത ആരോപണം. തായിഫിൽ 70,000 ആളെ കുഞ്ഞിനെ നായന്റെ കുഞ്ഞിനെ വന്നതായിരിക്കും. 70,000 ആൾ ഉണ്ടായിട്ട് വേണ്ട തോക്കെ. ഇത് കളവ് പറയുന്നതിന് ഒരു കണക്കില്ലേ? കളവ് പറയുന്നതിന് ഒരു കണക്കില്ല തോക്ക സഖാഫി. ആ കാലഘട്ടത്തിൽ 1218 മക്കത്തേക്ക് പോകുന്ന ആ കാലഘട്ടത്തിൽ ഈ 10,000 30,000 ഉള്ളിലല്ലേ ചരിത്രമുള്ള മൊത്ത ജനസംഖ്യ ഉണ്ടായ തായിഫിൽ. 70,000 ആളെ എങ്ങനെ കൊന്നു? 70,000 ആളെ കഴുത്തർത്ത് കൊന്നു. എത്ര ദിവസം എത്ര കൊല്ലം വേണ്ടി വരും ഒരാളെ കഴുത്തെടുത്തിട്ട് ഒരാൾ കൊല്ലണമെങ്കിൽ? എന്ത് കളവ്! ഈ കളവെല്ലാം ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. എല്ലാം മൈലമാറാണ്, മനുഷ്യന്മാരില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? അപ്പൊ അതുകൊണ്ട് ഇത്ര കളവ് പറഞ്ഞിട്ടൊന്നും നിങ്ങളെ ഈ ആദർശത്തെ നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല തോക്ക സഖാഫി. വെറുതെ മെനക്കെടണ്ട. പണ്ഡിതന്മാർക്ക് മറുപടി കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ ഇങ്ങനെ ആരോപണം അല്ലേ? ഇനി അറബിയിൽ എഴുതിയ കിതാബ് തൗഹീദിന്റെ ബർക്കത്ത് കറാമത്ത് കേൾക്കണ്ടേ തോക്ക സഖാഫി? എത്ര ഭാഷ? 50-ലേറെ ഭാഷയിൽ അത് പരിഭാഷപ്പെടുത്തി. നമ്മളെ നാട്ടിലറിയപ്പെടുന്ന അറബി, ഇംഗ്ലീഷ്, ഉറുദു, കന്നഡം, മലയാളം, തമിഴ്, ഹിന്ദി, ബംഗാളി, ഇന്തോനേഷ്യന്റെ മലയാളി ഭാഷ, ടർക്കീസ്, ഫ്രഞ്ച്, ജർമ്മൻ, റഷ്യൻ, ചൈനീസ്, സ്പാനിഷ്, പേർഷ്യൻ, പാർസി ഭാഷയില്ലേ, സ്വാഹിലി ഭാഷ, ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, ഉത്തര ആഫ്രിക്ക, അതുപോലെ കെന്യ, ഉഗാണ്ടോ, കാങ്കോ, റുവാണ്ട, ബുറുണ്ടി പോലെയുള്ള നാട്ടിലെല്ലാം ഇത് പ്രചരിച്ചിട്ടുണ്ടല്ലോ എല്ലാ ഭാഷയിലും. അപ്പൊ ഇത്രയും ബർക്കത്തുള്ള ഒരു കിതാബ് തൗഹീദ് എഴുതിയ, അതുപോലെ ഫിഖ്ഹിന്റെ കിതാബ്, ഒരുപാട് കിതാബ് എഴുതി എല്ലാ വിഷയത്തിലും എഴുതിയ 91 വയസ്സ് ജീവിച്ച ആ ചെറിയ 7 വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയ ഈ പണ്ഡിതന്റെ മേലെ ആരോപണമാക്കുന്നു. എത്ര ആരോപണം ആ കാലഘട്ടത്തിലുണ്ടല്ലോ. അവിടുത്തെ ആരെ കൊന്നു? കുബ്ബ വിളിച്ച കഥയിലേക്ക് ഞാൻ വരുന്ന അന്നത്തെ ഒരു വലിയ ആരോപണം. ഉമർ ഖത്താബിന്റെ ജ്യേഷ്ഠന്റെ അനുജന്റെ തന്ന ഒരു കുബ്ബ വിളിച്ചിനത്ര സെയ്ദ് ബിൻ അൽ ഖത്താബ്. കുബ്ബ പൊളിച്ചവര് അന്ന് കുബ്ബ പൊളിച്ചിട്ടുണ്ടെങ്കിൽ ആ ചരിത്രം പാടിക്കേണ്ടേ തോക്കെ. അന്നത്തെ രാജാവും ആ മിലിറ്ററിയും ഒക്കെ ഉണ്ടായിട്ട് അവിടെ ദഅവത്ത് നടത്തിയത്. അന്നത്തെ രാജാവ് ആര്? ഉവൈനയിലുള്ള രാജാവ് ഉസ്മാൻ ബിൻ നാസർ എന്ന രാജാവ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു തൗഹീദ് പ്രബോധനം, ഇസ്ലാമിന്റെ ആ ദഅവത്ത് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായി.
എന്നിട്ട് ആ രാജാവോട് നാട് കടത്തിയ ചരിത്രം നിങ്ങൾ പറഞ്ഞു. നാട് കടത്തി എന്തിന്? അവിടുത്തെ വലിയ രാജാവ് ഒരു കേന്ദ്രത്തിൽ നിന്ന് ഇപ്പൊ മോദി ഇന്നെ കഴിഞ്ഞ കുറി പ്രകൃതി ദുരന്തം വന്നപ്പോ കേരളത്തിലേക്ക് ദുബൈന്ന് UAE 70,000 കോടി എന്താ പാസ്സാക്കി കൊടുത്തപ്പോ സമ്മതിച്ചില്ല മോദി, ഞങ്ങൾക്ക് വേണ്ടാന്ന്. അപ്പൊ പിണറായിക്ക് എടുക്കാൻ പറ്റിയ പിണറായി വിജയന് പറ്റില്ലല്ലേ? എന്റെ കേന്ദ്രത്തിന്റെ ഇത് വേണം. അതേപോലെ ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ആനുകൂല്യം തരല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കൊല്ലണോ അല്ലെങ്കിൽ അവിടുന്ന് ഗഡിവാറാക്കണോ 10 വരയ്ക്ക്. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ഗവർണറിനെ അയച്ച ചരിത്രം, നീണ്ട ചരിത്രം അത്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ മാന്യമായ ഒരു ഇതിലല്ല എന്നത്തെ രാജാവ് പറഞ്ഞത്. അപ്പൊ ഇത് നീണ്ട ചരിത്രം. അത് ഏതായിട്ട് നിങ്ങളെ ഭീകരവാദത്തിനും എനിക്ക് കിതാബിൽ എഴുതി വെച്ച കഥ വേണം. എനിക്ക് കിതാബിൽ എഴുതി വെച്ച നിങ്ങൾ ഒറ്റമൂലിക എന്ന് പറഞ്ഞ കിതാബ് 200 പേജോളുള്ള ഒരു കിതാബ് നിങ്ങൾ കേരളത്തിൽ എഴുതി വെച്ചതില്ലേ? ഫവായിദുൽ മുഖ്തറാത്ത് ബിദലാഇലിൽ അദ്വിയാത്ത്, അങ്ങനല്ല അതിന്റെ പേര്, ഒറ്റമൂലി. ചികിത്സാ ഗ്രന്ഥം എഴുതി വെച്ചത് 500-ൽ ചില്ലാനും ഒറ്റമൂലി ഫലങ്ങളും പ്രയോഗങ്ങളും മറ്റനേക ഹിക്മത്തുള്ള കിതാബ് 200 പേജുള്ളിൽ. അതിൽ നിങ്ങൾ ചാണകം നിന്നോണമെന്നില്ലാത്തൊക്കെ ഇല്ലാന്ന് നിങ്ങൾ എതിർക്കുക. അപ്പൊ ഞാൻ കൊണ്ടുവരുവേനെ, മനസ്സിലായി? അതിന്റെ 93-ാമത്തെ പേജ് 51-ാമത്തെ പേജിലുണ്ട് ചാണകം തിന്നു, ചാണകത്തിന്റെ പൊടിയാക്കിയിട്ട് മന്ത്രിസിന് തിന്നോണം. പിന്നെ ഗോമൂത്രം കുടിക്കണം, അതേ കിതാബിൽ 168-ാമത്തെ പേജിലുണ്ട്. കഞ്ചാവ് തിന്നണം 131, 135-ാമത്തെ പേജിലുണ്ട്. ഇതെല്ലാം എന്റെ അതിന്റെ ഒറിജിനൽ കിതാബ് നിങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്, മനസ്സിലായോ? നിങ്ങളെ ഭീകരവാദം നിങ്ങളെ 10 കിതാബിന്റെ ഭീകരവാദം എത്ര ഉണ്ട്? 10 കിതാബിൽ ഇപ്പവും പച്ചയായിട്ട് ഫേസ്ബുക്കിലടക്കം ഞാൻ നോക്കിയാൽ ഫേസ്ബുക്കിൽ കന്നഡത്തിൽ എഴുതി വെച്ചത് ആവണ്ണു കണ്ടു ಅದನ್ನು ಕೊಲ್ಲದೆ ಬಿಟ್ಟವನು ನಮ್ಮವನಲ್ಲ. ಓಕೆ, ಹದೀಸ್ സമ്മതിച്ച്. 40 ഹദീസ് ಹೇಳ್ತಿല്ല ആവണ്ണു കൊന്തര ഓർവ സത്യനിഷേധിಯನ್ನು കൊന്തന്തേൻ. ഒരു സത്യനിഷേധന ഒരു കാഫിറിനെ കൊന്ന പോലെ നിങ്ങളെ 10 കിതാബിൽ PDC കോഴ്സിന് പഠിപ്പിക്കുന്നില്ല. അതിന്റെ ആൾക്കാർ എന്ത് മനസ്സിലാക്കും? ഇല്ലേ? മൻ ഖതല ഹയ്യതൻ ഫകഅന്നമാ ഖതല കാഫിറ. ഒരു കാഫിറിനെ കൊന്ന കൂലി. നിങ്ങൾ 10 കിതാബിന്റെ 40 ഹദീസ് ഇല്ലേ? ആ 40 ഹദീസിൽ 38 ഹദീസും കള്ള ഹദീസ്, 2 ഹദീസ് എന്താ 2 3 അത് സഹിയായ ഹദീസ് ഉണ്ട്. അതിന് 38-ാമത്തെ പേജിൽ അതിൽ ഉള്ളതിന്റെ 90 പേജ്, 92-ൽ 2 പേജ് വേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാം എഴുതി വെച്ച്. ഇനി നിങ്ങളെ കറാമത്തിന്റെ കഥ എന്ത്? ചെട്ടിയാരെ ജാഗനെ താട്ടിയെടുത്തിട്ട് അപ്പോലിസം കാപ്പാലത്തിലൊക്കെ അടിച്ചത് സയ്യിദ്മതിന്റെ മാലില്ലേ മടവർ കൊടിയും അതുള്ളേ ബക്ക ഇന്നും മുതലാളി കാഫിറാം ചെട്ടിക്കൂടമാനോർ വെടിവിട്ടോ ചെയ്യണം വേണ്ടവർ വേണ്ടതിൽ കന്നിയും ജ്യേഷ്ഠത്തി മൂസിപ്പാലിരുന്നവർ വെടിവർ വലിയുള്ള വിവരം മാറിന്താനെ വേണ്ട മൂസിപ്പെന്ന് വല്ലികൾ കുത്തവർ കൊടിയോനൻട്രാവിൽ കീടന്നുറങ്ങുമ്പോൾ കനവിൽ ഒരാളുടെ കവിളത്തിൽ ആടിത്തവർ അടുത്തിട്ടുടയോനിലുള്ള ഒരു വലിയുള്ള അറിഞ്ഞോ നീ ഉണ്ട് ആ കുടിയിൽ. അപ്പൊ ഭീഷണിയല്ലേ ഇത് ഭീകരവാദമല്ലേ മുസ്ലിയാരെ? ഇനി ഭീകരവാദത്തിന്റെ ഓരോ വിഷയം ഞാൻ തരുന്ന ഇതാ ഒരു ക്ലിപ്പും കൂടെ നിങ്ങളത്. ഇനി അവിടെ നടന്നു ഇവിടെ നടന്നു, ലോകത്തിൽ പലതും അങ്ങനെ നടന്നിട്ടുണ്ട്. രാജ അധികാരം ഇരിക്കുമ്പോൾ കൊണ്ടല്ലേ പല യുദ്ധം നടന്നിട്ടുണ്ടാവും, കുറെ ലക്ഷക്കണക്കിന് ആളെ കൊന്നിട്ടുണ്ടാവും. പിന്നൊരു സംഭവം, അവിടെ കബർ തച്ചിപ്പൊളിച്ചു, വടച്ചിപ്പൊളിച്ചു, കുബ്ബ പൊളിച്ചു. കുബ്ബയും കബറും ഇസ്ലാമാണോ? പച്ചക്കുബ്ബ നിങ്ങൾ എന്തെങ്കിലും കല്ല്, നാട്ടുകല്ല്, അത് ഇസ്ലാമാ? നാട്ടുകല്ല്, പാറ ഉറൂസ്, അഡ്രസ് ഇല്ലാത്ത ഉറൂസ് നിങ്ങൾ നടത്തുന്നില്ല, അത് ഇസ്ലാമാണോ? അവിടെ ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വരുന്ന കാലത്ത് അവിടുത്തെ അവസ്ഥ എന്ത്? കല്ലിനെ പൂജിക്കുന്ന, നിങ്ങളെപ്പോലെ അവിടെ മരത്തിനെ പൂജിക്കുന്ന, കല്ലിനെ പൂജിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. കബർ ജാറ മാത്രമല്ല പൊക്കി കെട്ടിട്ട്. പിന്നെ ഖദീജ ബീവിന്റെ ജോഹറം പൊളിച്ചു തലക്കൈ വെക്കുന്നുണ്ട്. അതിന്റെ വിഷയം അത് നീളു. അതുകൊണ്ട് നിങ്ങളെ ഭീകരവാദത്തിന്റെ തുടക്കം ഞാനിതാ ഒന്നൊന്നായിട്ട് ഞാൻ പറഞ്ഞതെന്ന് കേട്ടു നോക്കിയതാ. ഫസ്റ്റ് ഭീകരവാദം ഓർമ്മ വരുന്നത്, കേരളത്തിൽ ആദ്യമായി ഒരു മുസ്ലിം തീവ്രവാദി സംഘടനയുടെ പേര് ഉയർന്നു കേട്ടത് ഈ ഉസ്താദിന്റെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ടാണ്. സുന്നി ടൈഗേഴ്സ്. കേരളത്തിൽ ആദ്യമായി ഭീകരവാദ സ്വഭാവമുള്ള ഒരു തട്ടിക്കൊണ്ടുപോകലും ഇല്ലാതാക്കലും ഉയർന്നു കേട്ടതും ആ സംഘടനയുമായി ബന്ധപ്പെട്ടാണ്. തൊഴിയൂരിൽ BJP പ്രവർത്തകനായിരുന്ന സുനിലിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ മുഖ്യപ്രതി 3 പതിറ്റാണ്ടിനു ശേഷം പിടിയിൽ. സുനിലിനെ കൊലപ്പെടുത്തുകയും കുടുംബാംഗങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ 31 വർഷമായി ഒളിവിലായിരുന്ന മുഖ്യപ്രതി വാടാനപ്പള്ളി അഞ്ചങ്ങാടി പൊയ്യു വീട്ടിൽ ഷാജുദ്ദീൻ എന്ന ഷാജുവാണ് പിടിയിലായത്. നിഷ്ഠൂരമായ കൊലപാതകത്തിനും ആക്രമണത്തിനും നേതൃത്വം കൊടുത്ത ഇസ്ലാമിക് തീവ്രവാദ സംഘടനയായ ജംഇയ്യത്തുൽ ഇൻസാനിയയുടെ മുഖ്യ പ്രവർത്തകനാണ് ഇയാൾ. സംഭവശേഷം വിദേശത്തേക്ക് കടന്ന പ്രതി 2 ആഴ്ച മുൻപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പിടികൂടിയത്. 1994 ഡിസംബർ 4-നായിരുന്നു സംഭവം. അതിനുശേഷം പ്രതി വിദേശത്തേക്ക് കടന്നു. സുനിൽ വധക്കേസിൽ ആദ്യം CPIM പ്രവർത്തകരുൾപ്പെടെ 9 പേരെ ഗുരുവായൂർ പോലീസ് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ 4 പേരെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഇവരുടെ ശിക്ഷ റദ്ദാക്കി ഹൈക്കോടതി നൽകിയ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് നടത്തിയ തുടരന്വേഷണത്തിലാണ് ജംഇയ്യത്തുൽ ഇൻസാനിയയുടെ 9 പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്ന് കണ്ടെത്തുകയും 5 പേരെ അറസ്റ്റ് ചെയ്തതും. 1991 പാസ്പോർട്ട് എടുത്തിരുന്ന ഷാജുദ്ദീൻ 1995 തുടക്കത്തിലാണ് വിദേശത്തേക്ക് കടന്നത്. വിദേശത്ത് നിന്നുകൊണ്ട് തന്നെ 2005, 2011, 2021 വർഷങ്ങളിൽ പ്രതി പാസ്പോർട്ട് പുതുക്കി. പാസ്പോർട്ടിലെ ഫോട്ടോയിൽ രൂപമാറ്റം വന്ന ഷാജുദ്ദീനെ കണ്ടെത്തുക പോലീസിന് പ്രയാസമായിരുന്നു. കേസിന്റെ പിന്നാലെ കൂടിയ കേരള പോലീസ് 2001 ഷാജുദ്ദീൻ വിദേശത്ത് ജോലിക്കായി നൽകിയ അപേക്ഷയോടൊപ്പം സമർപ്പിച്ച ബയോഡാറ്റയും ഫോട്ടോയും കണ്ടെത്തി. പാസ്പോർട്ട് നമ്പറാണ് ഷാജുദ്ദീനെ പിടികൂടുന്നതിന് തുണയായത്. പുതിയ പാസ്പോർട്ടുമായി ജൂലൈ 20 ഇയാൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ പിടികൂടുകയായിരുന്നു.
9 പ്രതികളിൽ 1-ാം പ്രതി സൈദലവി അൻവരി, നഹാസ് എന്നിവരെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. പ്രതികളിൽ ഒരാൾ മരിച്ചു. മറ്റ് 6 പേരാണ് ഇതുവരെ പിടിയിലായത്. ചേകന്നൂർ മൗലവി തിരോധാന കേസിൽ മുഖ്യപ്രതിയാണ് ഈ കേസിലെ 1-ാം പ്രതിയായ സൈദലവി അൻവരി. അൻവരിയുടെ വലം കൈയായി പ്രവർത്തിച്ചയാളാണ് ഇപ്പോൾ പിടിയിലായ ഷാജുദ്ദീൻ. സംഭവം നടന്ന സ്ഥലത്ത് പ്രതിയുമായി ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തി. എന്നാൽ ഇയാളെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കിയില്ല. ഗുരുവായൂർ പോലീസ് തെറ്റായി പ്രതി ചേർത്തതിനെ തുടർന്ന് ശിക്ഷിക്കപ്പെട്ടവർക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ഈയിടെ ഉത്തരവിട്ടിരുന്നു. നിരപരാധികളെ പ്രതി ചേർത്ത പോലീസുകാർക്ക് നേരെ നടപടി സ്വീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. ചേകന്നൂർ കേസ് ഇതെല്ലാം മറികടന്നാണ് ഉസ്താദിന്റെ ശാന്തിയാത്ര തുടരുന്നത്. കെ സുന്നികളെ വഞ്ചനാ കുറ്റത്തിന് നരകത്തിലാക്കാൻ വാദിച്ചു വരികയാണ് കാന്തപുരം. ഉസ്താദിന് അതിന് കഴിയും എന്ന് തന്നെയാണ് അണികൾ വിശ്വസിക്കുന്നത്. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്യമായത്തിന്റെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല ഇവിടെ ചെയ്യുന്നില്ല. കാര്യങ്ങൾ അള്ളാഹുവും ഉസ്താദും നേർക്കുനേരായ സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഒരിടം കാന്തപുരത്തിന്റെ ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ കച്ചവടം കേരളത്തിലായി. പാകിസ്ഥാനിലായിരുന്നെങ്കിൽ പ്രവാചക നിന്ദയ്ക്ക് ഏറ്റവും മിനിമം ശിക്ഷ തലകൊയ്യലാണ്. തല പോയാൽ പിന്നെ മുടി വിൽക്കാൻ പറ്റില്ലല്ലോ. ഇതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. തോക്ക സക്കാഫി ഏരന്നിട്ട് വാങ്ങിച്ചത്, ഏരപ്പാളിയായിട്ട് തോക്ക സക്കാഫി ഏരന്ന് വാങ്ങിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഓരോന്നില്ല. മണിമണിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഭീകരവാദം എത്ര ഉണ്ട്, നിങ്ങളെ തുടക്കം ഓടുന്നു. നിങ്ങൾ എങ്ങനെയല്ല ഒളിഞ്ഞും തെളിഞ്ഞും ഭീകരവാദ നിങ്ങളെ ഉള്ളിലുള്ളവർ പറഞ്ഞതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഇൻഷാല്ലാ ഞാൻ തെരഞ്ഞെടുത്ത ക്ലിപ്പ് ഒന്ന് കിട്ടുന്നു. നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സംഘപരിവാറിനെ ഇല്ലാതാക്കാൻ തക്കം പാർത്തിരുന്ന് പദ്ധതി ഒരുക്കിയത് കാന്താപുരത്തിന്റെ സംഘടനയാണെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. 3 പതിറ്റാണ്ടായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി സംഘപരിവാർ പ്രവർത്തകരാണ് പല സ്ഥലങ്ങളിൽ അപകടങ്ങളിൽ എന്നതിന്റെ മറവിലും അല്ലാതെയും കൊല്ലപ്പെട്ടിരുന്നത്. ഇതിന് പിന്നിൽ തീവ്രവാദികളായിരുന്നുവെന്ന് അടുത്ത കാലത്തിൽ തെളിഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ സംഘപരിവാർ നേതാക്കളെയും പ്രവർത്തകരെയും ഉന്മൂലനം ചെയ്യാൻ 3 പതിറ്റാണ്ടിന് മുൻപേ ഇസ്ലാമിക ഭീകര സംഘടനകൾ പദ്ധതി തയ്യാറാക്കിയതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് നേരത്തെ മരണപ്പെട്ട സംഘപരിവാർ പ്രവർത്തകരുടെ കൊലപാതകങ്ങൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥർ പല റിപ്പോർട്ടുകളിലൂടെയും വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെയുള്ള വാർത്തകളും പുറത്തുവരുന്നു. ഇതോടെ 3 പതിറ്റാണ്ട് കൊണ്ട് നടന്ന സംഘപരിവാർ പ്രവർത്തകരുടെ വേട്ടയാടലിന്റെ വിശദാംശങ്ങൾ കേരളം മാറി മാറി ഭരിച്ച സർക്കാരുകൾ പുറത്തുവിടാതെ പൂഴ്ത്തിയതാണോ എന്നുള്ള ആക്ഷേപങ്ങളും കേൾക്കുന്നുണ്ട്. തൊഴിയൂർ സുനിൽകുമാറിനെയും മോഹനചന്ദ്രനെയും വധിച്ച ഭീകര സംഘടനയായ ജമിയത്തുൽ ഇസാനിയയുടെ തുടക്കം കുറിച്ചത് കാന്താപുരം അബൂബക്കർ മുസലിയാർ, അതായത് AP അബൂബക്കർ മുസലിയാർ രൂപീകരിച്ച സുന്നി ടൈഗർ ഫോഴ്സ് STF എന്ന സംഘടനയിലൂടെയെന്ന് 1997 ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടുകളിൽ വ്യക്തമാണ്. ചേകന്നൂർ മൗലവിയുടെ തിരോധാനത്തിന് പിന്നിലും സുന്നി ടൈഗർ ഫോഴ്സ് ആണെന്ന് റിപ്പോർട്ടിലുണ്ട്. മുസ്ലിം ഭീകര സംഘടനയായ അൽ ഉമ്മ, ജമിയത്തുൽ ഇസാനിയ എന്നിവയെക്കുറിച്ചുള്ള ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലാണ് ഇക്കാര്യം സംബന്ധിച്ച റിപ്പോർട്ട് അന്നത്തെ EK നയനാർ സർക്കാരിന് നൽകിയിരിക്കുന്നത്. എന്നാൽ EK നയനാർ സർക്കാർ അത് പൂഴ്ത്തിവെക്കുകയായിരുന്നുവെന്നും ആക്ഷേപം വരുന്നു. അഴുമ്മയെ കുറിച്ച് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ജമിയത്തുൽ ഇസാനിയയുടെ പ്രവർത്തനങ്ങളിൽ പ്രധാനം ഹിന്ദു സംഘടനാ പ്രവർത്തകരുടെ കൊലപാതകങ്ങളായിരുന്നുവെന്ന് വ്യക്തമാകുന്നത്. 1995 ഡിസംബർ 29 വാടനാപ്പള്ളി രാജീവ്, 1996 ഓഗസ്റ്റ് 9 മതിലകം സന്തോഷ്, 1996 ഓഗസ്റ്റ് 14 കൊല്ലങ്കോട് മണി, 96 ഓഗസ്റ്റ് 23 വാളഞ്ചേരി മഠത്തിൽ താമി എന്നിവർ കൊല്ലപ്പെട്ടു. താമിയുടെ കൊലപാതകത്തിലെ പ്രതികളെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ചോദ്യം ചെയ്യവെയാണ് 1995 ഓഗസ്റ്റ് 18 വാഹനാപകടത്തിൽ മരിച്ചെന്ന് കരുതിയ മോഹനചന്ദ്രന്റേത് ജമിയത്തുൽ ഇസാനിയ ആസൂത്രണം ചെയ്ത വലിയ കൊലപാതകമായിരുന്നുവെന്നുള്ളത് വെളിപ്പെട്ടത്. മോഹനചന്ദ്രന്റെ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ തൊഴിയൂർ സുനിലിനെ കൊലപ്പെടുത്തിയതും ഇതേ ഭീകര സംഘടനയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും സുനിലിന്റെ കൊലപാതകികളെന്ന് പോലീസ് കണ്ടെത്തിയവരിൽ 4 CPM പ്രവർത്തകർക്ക് ശിക്ഷ ലഭിച്ച് ജയിലിനുള്ളിലായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അവരൊന്നും ഇപ്പോൾ കുറ്റക്കാരല്ല എന്നും തെളിയുന്നു. സംസ്ഥാനത്തെ ഭീകര പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിശദമായ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നയനാർ സർക്കാരിന് കൈമാറിയെങ്കിലും അന്ന് അത് പൂഴ്ത്തിവെച്ചു. തൊഴിയൂർ സുനിൽകുമാറിനെ കൊലപ്പെടുത്തിയ യഥാർത്ഥ പ്രതികളെ പിടികൂടാത്തതിനെതിരെ CPM-ൽ നിന്നുൾപ്പെടെ പ്രതിഷേധമുയർന്നപ്പോൾ ആ കേസ് മാത്രം പുനരന്വേഷിക്കാൻ നയനാർ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ 4 പേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 6 ഹിന്ദു സംഘടനാ പ്രവർത്തകരുടെ കൊലപാതകങ്ങൾക്കും ഭീകര
പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ അൻവാരി എന്ന സെയ്ദ് അലി ഉൾപ്പെടെയുള്ള പ്രധാന പ്രതികൾ ഒളിവിലാണെന്നും ക്രൈംബ്രാഞ്ചിന്റെ അതീവ രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നിട്ടും ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നയനാർ സർക്കാർ തയ്യാറായിരുന്നില്ല എന്നതും ഇപ്പോൾ ആക്ഷേപമുയരുന്നുണ്ട്. സുന്നികളിലെ എതിർവിഭാഗത്തിൽ നിന്ന് പള്ളികൾ പിടിച്ചെടുക്കാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ രൂപീകരിച്ച സുന്നി ടൈഗർ ഫോഴ്സിൽ നിന്നാണ് ജമിയത്തുൽ ഇസാനിയ രൂപപ്പെടുന്നതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ബോംബ് വച്ചവരിൽ പ്രധാനിയായ ഉസ്മാൻ മുസ്ലിയാർ ആയിരുന്നു ടൈഗർ ഫോഴ്സിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ചേകന്നൂർ മൗലവിയുടെ തിരോധാനത്തിന് പിന്നിലും ഉസ്മാൻ മുസ്ലിയാർക്കും സുന്നി ടൈഗർ ഫോഴ്സിനും പങ്കുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. മലപ്പുറത്തെ തിയേറ്റർ കത്തിക്കൽ, ശരീഅത്ത് നിയമം കർശനമാക്കൽ, എതിർക്കുന്നവരെ കായികമായി നേരിടൽ, മതം വളർത്തൽ തുടങ്ങിയവ ഇവരുടെ നേതൃത്വത്തിൽ നടന്നു. അയോധ്യയിലെ തർക്കമന്ദിരത്തിന്റെ തകർച്ചയോടെ സുന്നി ടൈഗർ ഫോഴ്സ് അബ്ദുൽ നാസർ മദനിയുടെ ഇസ്ലാമിക് സേവാ സംഘ്, സിമി എന്നിവയിലെ തീവ്രവാദ സ്വഭാവമുള്ള അംഗങ്ങളുമായി ഒത്തുചേർന്ന് രൂപീകരിച്ച ഭീകരരുടെ കോർ ഗ്രൂപ്പാണ് ജമിയത്തുൽ ഇസാനിയ. 1994 കാന്തപുരം അബൂബക്കറുമായി ഈ ഗ്രൂപ്പ് തെറ്റിയതോടെ ഉസ്മാൻ മുസ്ലിയാർ, അൻവാരി എന്ന സെയ്ദ് അലി എന്നിവർ ചേർന്ന് ജമിയത്തുൽ ഇസാനിയയുടെ നേതൃത്വത്തിൽ ഭീകര പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. തോക്ക സഖാഫി കേട്ടല്ലേ? അപ്പൊ ഇതെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. തോക്കന്റെ അനുയായികൾ ഇപ്പൊ വന്നിട്ട് പറയുന്നുണ്ട് അത് കരുണ ന്യൂസ് അല്ലേ, നമുക്കെതിരല്ലേ, മൊത്തത്തിൽ എതിരല്ലേ. ആ കിതാബ് പൊക്കി പിടിച്ചത് ആരത്? തോക്ക സഖാഫി ഒന്ന് തോക്കന്റെ കേക്കി, അനുയായികളെ ഒന്ന് കേക്കി തോക്കന്റെ ആരത്. ഇനി അടുത്ത ഒരു ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കി നിങ്ങൾ. സുന്നി ടൈഗർ ഫോഴ്സ് എന്ന സംഘടനയുടെ അംഗങ്ങൾ പ്രമുഖ സമുദായ നേതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പ്രതി ചേർക്കണമെന്ന് CBI കോടതി നിർദ്ദേശിക്കുക പോലുമുണ്ടായി. തോക്ക സഖാഫി ഇതൊന്നും നിങ്ങളെപ്പോലത്തെ ആരോപണമല്ല. ഇത് എല്ലാ പേപ്പറിലും അതുപോലെ എല്ലാ ചാനലിലും വന്ന് റിപ്പോർട്ട് ചെയ്തു. മനസ്സിലായി? അത് എന്റെ മേലെ കുതിര കയറിയിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ ഇറന്നിട്ട് വാങ്ങിച്ചതാ, ഞാനൊന്നും ഉദ്ദേശിച്ചതല്ല. ഇത് ഏനുണ്ട് ഇൻഷാല്ലാ. ഇനി അടുത്തതൊന്ന് ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കി. ഈ ഐക്യത്തിന് തുരങ്കം വെക്കുന്നവർ, നിങ്ങൾ ഈ ചായ പാരുമ്പോൾ ഞങ്ങൾക്കൊരു സംശയം, നിങ്ങളുടെ ഉള്ളിലുള്ള തീവ്രവാദം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനാണോ ഈ കൃത്രിമ ചായ എന്ന് ഞങ്ങൾ സംശയിച്ചാൽ ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? ആ മേഖല ഞാനിപ്പോൾ തുറക്കുന്നില്ല. തുറന്നാൽ അതൊരൽപ്പം ഗൗരവമുള്ളതാണ്. 10-30 കൊല്ലം മുമ്പ് അന്ന് ഈ കാസറ്റ് ഉണ്ടല്ലോ, ഓല കാസറ്റ്, ആ കാസറ്റ് പോലും ഞങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ വല്ലാതെ സൗഹാർദ്ദ ചായ പാർന്ന് ഞങ്ങളെ തീവ്രവാദിയാക്കാൻ നോക്കിയാൽ അതിന്റെ അസില് പൊളിച്ച് കയ്യിൽ തരാൻ മാത്രമുള്ള ആറ്റം ബോംബുകൾ ഞങ്ങളെ കയ്യിലുണ്ടെന്ന് മാത്രം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാ കൗമു നരങ്ങൾ വരി? ഞാൻ പറഞ്ഞു, അവിടെ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ അപ്പുറത്ത് അവിടുത്തെ ജുമാഅത്ത് പള്ളി ഇങ്ങളെ കാരണം കൊണ്ട് പൂട്ടിക്കെടുക്കുക. ആദ്യം മാർച്ച് നടത്തി തുറക്കുന്നത്, എന്നിട്ട് മതി എയർപോർട്ടിക്ക് മാർച്ച്. നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞു, നിങ്ങളെ സൗഹാർദ്ദ ചായ ഞങ്ങൾക്ക് അതിൽ വലിയ ദുരൂഹതയുണ്ട്. കാരണം എന്തുകൊണ്ട്? ആ ആശയം പറയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ തീവ്രവാദം മറച്ചുവെക്കാനാണ് നിങ്ങൾ ചായ പാർന്ന് കൂട്ടയോട്ടം നടത്തി പഴക്കുല വിതരണം ചെയ്യുന്നത് എന്ന് ഈ കേരളക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരു കാട്ടിക്കൂട്ടലും കോപ്രായ ചായവാനും ഇവിടെ സൗഹാർദ്ദത്തിന് അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇവിടെ സൗഹാർദ്ദം എന്നത് ഇവിടെ അലിഞ്ഞു ചേർന്നതാണ്. ഈ സമൂഹത്തിന്റെ സംസ്കാരമാണത്. ഇതൊരു സൗഹൃദ കാലം, ഇത്ര കാലം സൗഹാർദ്ദം മാത്രമല്ല. ഇനി ഞാൻ ഒന്നും കൂടി പറയാ, ഈ ടീമിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങളൊന്ന് കാലുവച്ചാൽ നിങ്ങളെ ചായന്റെ അഡ്രസ് ഉണ്ടാവോ? ഞങ്ങൾക്കറിഞ്ഞൂടെ നിങ്ങളെ? എത്ര കാലം ഞങ്ങൾ നിങ്ങളെ കൂടെ ഇരുന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ സംഘടനയിൽ വരുന്നതിന് മുമ്പ് തന്നെ രൂപീകരിക്കപ്പെട്ട പുലി സംഘടനകളടക്കം ഞങ്ങൾക്കറിയാമത്. നിങ്ങൾ എത്ര കോടികളെ പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് എന്ന കണക്കടക്കം ഓരോന്നിന്റെയും കണക്കുകൾ ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെല്ലാം വാദങ്ങൾ, 4 ആളെ കൊന്നു, ഞങ്ങളെ സംഘടനയിൽ ഷഹീദ് ഉണ്ടായി എന്ന് പറഞ്ഞ് എഴുതുകാരുണ്ടോ? മുഴുവൻ കണക്കുകളും ഞങ്ങളെ കയ്യിലുണ്ട്. 30 കൊല്ലം മുമ്പ് അത്തരം വാദങ്ങളിൽ, അത്തരം സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്താൻ നിങ്ങൾ പ്രസംഗിച്ച പഴയ ഓല കേസറ്റുകൾ വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളെ പരിപാടി മുടക്കി, ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് ചായ പാർന്നിട്ട് വലിയ കാര്യല്ലേ? ഇവിടെ കൊടക്കലിൽ നമ്മൾ പെർമിഷൻ എടുത്ത് പരിപാടി നടത്തുമ്പോ സ്റ്റേജിൽ വന്നിട്ടാ തടഞ്ഞത്. സൗഹാർദ്ദ ചായയുടെ പിറ്റേ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മാത്രമല്ല, അത് തുടരണം നിങ്ങൾ. ഞങ്ങളുമായി ഈ പെർമിഷൻ മുടക്കലും നോട്ടീസ് കീറലും സ്റ്റേജ് കയ്യേറലും നിങ്ങളൊന്ന് തുടരുക. നിങ്ങളുടെ ചായയുടെ ഉള്ളറകൾ ഞങ്ങൾ തുറക്കും.
അന്നത്തെ ഓലക്കേസറ്റുകൾ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. 300-400 GB ഉള്ള വേറെ ഹാർഡ് ഡിസ്കുകൾ വേറെയുമുണ്ട്. അന്നത്തെ ഓലക്കേസറ്റുകളിലുള്ള നിങ്ങളുടെ ഓരോ വർത്തമാനങ്ങൾ ഞങ്ങൾ മെയിൻ സീഡിയിലാക്കി പ്രദർശിപ്പിക്കുന്ന ദിവസം എവിടെ വന്നാൽ 5 മിനിറ്റ് മതി നിങ്ങളെ സംഘടന മുഴുവൻ പൊളിച്ചു പാളീസാക്കാൻ. ഓക്കെ സക്കാഫി, കേട്ടോ നൗസാദ് ഹസൻ ഇത് മനസ്സിലായ. ഇപ്പൊ ഞമ്മന്റെ ആളല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓനെ പുറത്താക്കിന് ഇപ്പൊ നിങ്ങളെ ഓൻ പുറത്താക്കുന്നതാ. നിങ്ങൾ പുറത്താക്കിനല്ല, നിങ്ങളെ ഓൻ പുറത്താക്കിക്കൊണ്ടുള്ള ഇപ്പൊ അതെല്ലാവരും പറയുന്ന ഒരു വാസ്തവല്ലേ. എന്നിട്ട് ആ കാലം ഏപ്പിന്റെ മക്കളാണെന്ന് പ്രസംഗിച്ച ഈ നൗസാദ് ഹസനെയാണ് പറയുന്നത്. ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് കളവാണെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കേണ്ടിയല്ലേ? ഉസ്താദ് കൊടുത്താ എന്താ കൊടുക്കാത്ത? ഇത് ആരെന്നിട്ട് മേങ്ങിച്ചതല്ലേ തോക്ക സക്കാഫി? എന്നൊന്ന് കേട്ടു നോക്കി. കേരളത്തിൽ ഭീകരപ്രവർത്തനത്തിന് സംഘടനയുണ്ടാക്കി അതിന് വെള്ളവും വളവും നൽകി ഊർജം നൽകിയത് കാന്തപുരം മുസ്ലിയാരാണ്. ജമിയത്തുൽ ഇഹ്സാനി എന്ന ഭീകര സംഘത്തെക്കുറിച്ച് വീണ്ടും കേരള സ്ഥലത്ത് എഴുതുകയാണ്. ഹുസൈൻ മുസ്ലിയാർ ജമിയത്തുൽ ഇഹ്സാനിയുടെ ആത്മീയ നേതാവും ഡോക്ടർ സുബൈർ ബുദ്ധി കേന്ദ്രവുമായിരുന്നു. സയ്യിദ് അലി അൻവരിയായിരുന്നു സംഘടനയിൽ അനുയായികൾക്ക് കായിക പരിശീലനം നൽകിയിരുന്നത്. ചേകനൂർ മൗലവിയെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ഞങ്ങൾ അയാളോട് വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. അയാളുടെ പുസ്തകങ്ങൾക്ക് ഞങ്ങൾ ഖണ്ഡനം എഴുതിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്തല്ല ഭീകരപ്രവർത്തനം ഞങ്ങൾ ചെയ്തിട്ടില്ല. ചേകനൂർ മുസ്ലിയാരെ കൊണ്ടുപോയി ആ കേസ് ഒതുക്കാനാണ് രാജഗോപാലിനെ മറിച്ചത് കൊണ്ടുപോയത് അല്ലേ? പണത്തിന് മീത പരുന്തും പറക്കൂല എന്നുണ്ട്, പിന്നെ പുറത്തു വന്നില്ല. ഇതിവിടുത്തെ ചേകനൂരിന്റെ ആളുകൾ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്ര കേസുകൾ ഇവിടെ നടന്നു. ജമിയത്തുൽ ഇഹ്സാനിയ എന്ന തീവ്രവാദ സംഘടനയെ പോറ്റി വളർന്ന കാന്തപുരം, ടൈഗർ സുന്നി എന്ന തീവ്രവാദ സംഘത്തെ പോറ്റുന്ന കാന്തപുരം ഞങ്ങളെ മേലെ തീവ്രവാദം ആരോപിക്കുകയാണ്. ഞങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ഇതിന്റെ ഇരകളാണ്. പൂനൂർ അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു ഇസ്ലാഹി സംഘടനയിലെ ഒരാൾ പള്ളിയിലെ മുഅദ്ദിനായിരുന്നു. അയാള് ഈ പറഞ്ഞ ഖുറാഫാത്തിനെതിരിൽ പ്രവർത്തിച്ച തൗഹീദിന്റെ ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ചന്ദ്രിക 99 ഏപ്രിൽ 10 എഴുതുക. ടൈഗർ സുന്നികൾ എന്ന പേരിൽ ഈ മേഖലയിൽ തീവ്രവാദികൾ ശക്തിപ്പെട്ട കാലത്താണ് സംഭവം. അവർ ആസൂത്രിതമായി കളരിയഭ്യാസവും തീവ്രവാദ പ്രവർത്തനവും ഈ മേഖല കേന്ദ്രീകരിച്ച് നടത്തി വന്നിരുന്നു. സർവർക്കും പ്രിയങ്കരനായ അബൂബക്കർ ഹാജി പക്ഷേ മുജാഹിദായത് തീവ്രവാദ വിഭാഗത്തിൽ രസിച്ചില്ല. പൂനൂരിൽ പള്ളിപ്രശ്നത്തെ തുടർന്ന് അക്രമ പരമ്പരകൾ തീവ്രവാദി വിഭാഗം സംഘടിപ്പിച്ച കാലത്താണ് പള്ളിമുക്രി കൂടിയായിരുന്ന ഹാജിയെ നബിദിനത്തിന്റെ തലേ ദിവസം നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നത്. കണ്ടോ? അപ്പൊ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിക്കുക, തട്ടിക്കൊണ്ടുപോവുക, ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഭീകരവാദ ചിന്തകൾക്ക് ഒമ്പാടും ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് അതൊന്നും ഞങ്ങളെ കൊണ്ട് വീണ്ടും മാന്തി പുറത്തടിക്കണ്ട എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്കല്ലാതെ തന്നെ ഇവിടെ എമ്പാടും വിഷയങ്ങൾ പറയാനുണ്ട്. ഇതൊക്കെ പറയൽ നിർത്തിയതാ ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് പറയേണ്ടി വരികയാണ്. ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ഇവന്റെ തനിനിറം തുറന്നു കാട്ടേണ്ടി വരുന്നു. സർവ്വ താന്തോന്നിത്വം തീവ്രവാദിത്വം നടത്തിയിട്ട് ഞങ്ങളുടെ പേരിലൊന്നും തീവ്രവാദം ആരോപിക്കുക. ISIS സംബന്ധിച്ച് സൗദി മുഫ്തി ഇറക്കിയ ഒരു ഫത്വ കൂടി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഉസാമ ബിൻ ലാദനും ഐമനുൽ ലവാഹിരിയും ഒക്കെ ഖവാരിജികളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 4 വർഷം മുമ്പ് 1435 ശവ്വാൽ 23, ഇപ്പൊ 1439 ആണല്ലോ അല്ലെ? അദ്ദേഹം പറയാണ്, وفي ضوء هذه المقاصد العظيمة تتجلى حقيقة الوسطية والاعتدال. മേൽ പറഞ്ഞ വ്യക്തമായ മഹത്തായ ലക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിന്റെ മധ്യമ നിലപാടും ഇസ്ലാമിന്റെ നിഷ്പക്ഷതയും വ്യക്തമാകും. ഇസ്ലാം, അത് ഈ മതത്തിന്റെ ഇസ്ലാമിന്റെ സൗന്ദര്യവും അതിന്റെ സമ്പൂർണതയുമാണ്. ഭീകരത, തീവ്രത, ആളുകളെ ഭയപ്പെടുത്തുക, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, കൃഷിയും സന്താനങ്ങളെയും നശിപ്പിക്കുക, ഇതൊന്നും ഇസ്ലാമിൽ പെട്ടതേ അല്ല. ഇസ്ലാമിൽ അവൽ, ഇത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ശത്രുവാണ്. വൽ മുസ്ലിമൂന ഹും അവ്വലു ദഹായാഹു, മുസ്ലിങ്ങളാണ് ഇതിന്റെ ഒന്നാമത്തെ ഇര. കമാ ഹുവ മുശാഹദുൻ ഫീ ജറാഇമി മാ യുസമ്മാ ബിദാ. തോക്കസകാബി ഏകദേശം വയറുന്നോറോട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നെ എന്നിട്ടുണ്ടല്ലേ, ഇനി വയറ് നിറഞ്ഞില്ലെങ്കിൽ കൊണ്ടല്ലേ അടുത്ത ക്ലിപ്പിൽ ഞാൻ ഫുൾ വിശദീകരിക്കുന്നത്. ഇതൊന്ന് കേട്ട് നോക്കി. ഇത് നിങ്ങൾ സലഫികൾ വിചാരണ ചെയ്യുന്നു, സലഫികൾ ഭീകരവാദികൾ തന്നെ, ഉഗ്രവാദികൾ തന്നെ എന്നൊരു ക്യാമ്പയിൻ നടത്തുന്ന നിങ്ങൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഞങ്ങൾ പ്രചരിപ്പിക്കും, നിങ്ങളെ എല്ലാം പുറത്തു കൊണ്ടുവരുമെന്ന് നിങ്ങൾ ഒരു ക്യാമ്പയിൻ നടത്തിയില്ല? ഓർമ്മ? കണ്ണൂരിൽ ഒരേ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ അതിന് മറുപടി ആയിട്ട് മർഹൂം സക്കരിയ സലാഹി റഹിമഉള്ള വന്നിട്ട് വിശദീകരിച്ചപ്പോ ഒരു മറുപടിയിൽ നിങ്ങൾ പൊട്ടി പാലിസായിട്ടില്ലേ? പേടിച്ചിട്ട് ഓടിയിട്ടില്ല നിങ്ങൾ. ഇനി നിങ്ങൾ നടത്തിയ ക്രൂരത 1-2. 1992 നടന്ന സംഭവം ഡിസംബർ 6 മുജാഹിദ് സമ്മേളനം. ആ സമ്മേളനത്തിൽ വെച്ചിട്ട് മർക്കസ് നോട്ടീസ് നിങ്ങൾ അച്ചടിച്ചിട്ട് വിട്ടില്ലേ? സീതയും രാമനും യഥാർത്ഥ ദൈവമല്ല, യഥാർത്ഥ ദൈവം നമ്മുടെ ദൈവം അത് അള്ളാഹു ആകുന്നു.
പിടിക്കപ്പെട്ടില്ല, മർക്കസ് നിന്ന് അച്ചടിച്ച് വിട്ടെന്ന് പോലീസിലുകാർ പിടിച്ചില്ലേ, നിങ്ങളിൽ കേസായില്ലേ നിങ്ങളെ കേന്ദ്രത്തിന്ന്? അത്രയും ഭീകരന്മാർ നിങ്ങളല്ലേ. 1900 ആവശ്യത്തിൽ നിങ്ങൾ പിക്ചർ ടാക്കീസിന് തീ വെച്ചത് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? മലയാള മനോരമ 2001 ഏപ്രിൽ 10 റിപ്പോർട്ടാക്കി ആ പേപ്പർ ഒന്ന് എടുത്തു നോക്കി. ഇനി കേരളത്തിൽ മൊത്തത്തിലുണ്ടല്ലോ മുസ്ലിം ലേബലിൽ അറിയപ്പെടുന്ന എത്ര ഈ ടൈഗർ ഫോഴ്സ്, അതുപോലെ ജമിയത്തുൽ ഇഹ്സാനിയ സ്ഥാപക കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആരോപണമല്ല ഉള്ള സത്യം. നാട്ടിൽ എത്ര കുഴപ്പമുണ്ടാക്കി? 1999 വന്ന കുഴപ്പം എത്ര? ജമിയത്തുൽ ഇഹ്സാന്റെ കാര്യകർത്തമാർ എത്ര? ഇനി 1995 ഡിസംബർ 29 തൃശൂർ വാടാനപ്പള്ളിയിൽ രാജീവ് കൊലക്കേസ് RSS കാരനെ കൊടുത്തിനി. ഇനി 1996 ആഗസ്റ്റ് 10 മതിലകം സന്തോഷിനെ കൊന്ന കേസ്. 1996 ആഗസ്റ്റ് 14 കൊല്ലങ്കാട്ട് മണിനെ കൊന്ന കേസ്. 1996 ആഗസ്റ്റ് 21 വാളഞ്ചേരി താമിനെ കൊന്ന കേസ്. 1995 ആഗസ്റ്റ് 18 കൊളത്തൂർ മോഹൻ ചന്ദ്രനെ കൊന്ന കേസ്. 1994 ഡിസംബർ 4 ഗുരുവായൂർ സുനിലിനെ കൊന്നതിന്റെ കേസിന്റെ സംഭവം ഉണ്ടല്ലോ, ഒന്ന് ഞാൻ വീഡിയോ ഒന്ന് കഴിച്ചല്ലേ പിടിക്കപ്പെട്ടത്. ഇപ്പൊ ഇങ്ങനത്തെ കാരന്തൂർ മർക്കസിന്റെ മാനേജർ ഉസ്മാൻ മുസ്ലിയാർ സഹിത 13 ആരോപികളെ ന്യായാലയത്തിൽ കൊണ്ടുപോയി കോടതിയിൽ പോയത്. ചന്ദ്രിക പത്രിക ഉണ്ടല്ലോ 1999 മാർച്ച് 15 റിപ്പോർട്ടാക്കിയിട്ടില്ലേ 17. 2001 മെയ് 4 കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചേകന്നൂർ കൊലക്കേസിൽ എന്തായി? CBI വിചാരണക്ക് കൊണ്ടുപോയി ആ ഫോട്ടോ നടക്കാൻ ഞാൻ കടത്തിന, മനസ്സിലായില്ലേ? 10ാം പ്രതി ആരോപിയായി. 1992 ടുന്നിസൈഗർ പോസ്റ്റ് അക്രമത്തിൽ നിന്ന് തടിയണ്ടവൻ നസീർ, അവന്റെ പേരെന്ത്? തടിയണ്ടവൻ നസീർ AN സുന്നി ടൈഗർ നാം ഒപ്പിട്ടില്ലേ? ഞാൻ ഒക്കും, അതെന്നെ ആള്. ചേകന്നൂർ കേസിൽ ആരോപിയായ ഇലിയൻ ഹംസ തിരൂർ തിയേറ്റർ ബാങ്ക് തീവച്ച കേസ് അത് രാഷ്ട്രദീപിക 2000 നവംബർ 30 റിപ്പോർട്ടാക്കിയിട്ടില്ലേ? ചേകന്നൂർ മൗലവിന്റെ കൊലക്കേസിന്റെ കാന്തപുരത്തിന്റെ ശിഷ്യനല്ലേ ഹംസ സക്കാഫി? ഈ ജയിലിൽ ഇപ്പൊ പിടികടായി കാണുന്നുണ്ട്, എന്താ ജാമ്യത്തിൽ അങ്ങനത്തെ ജയിലില്ല ഞാൻ എത്ര വർഷം. ഇങ്ങനത്തെ 100 കണക്കിൽ നിങ്ങളെ ടൈഗർ സുന്നിന്റെ ഓരോന്നിന്റെ വീഡിയോ സമേതം നിങ്ങൾ ഇന്ന് യൂട്യൂബിലുണ്ട്. എടുത്തിട്ട് ഓരോന്ന് ഞാൻ കൊട്ടു ഇൻഷാല്ലാ. തൽക്കാലം ഉണ്ടല്ലോ ഞാൻ ക്ലിപ്പ് നീളും. അതുകൊണ്ട് ഏകദേശം പയറുന്നവരോടും തോക്ക സക്കാഫിക്ക് തന്നെ ഇസ്ലാമികപരമായിട്ടുള്ള ചർച്ചക്ക് ഖുർആനും ഹദീസ് വെച്ചിട്ട് കിതാബിപരമായിട്ടുള്ള ചർച്ചക്ക് അതാ നിങ്ങളെല്ലാം വിളിച്ചോണ്ടുണ്ടോ, മറുപടി തന്നിട്ടുണ്ടോ? അത് ആക്കി മാന്യമായ രീതിയിലുണ്ടല്ലേ ദാവത്ത് എന്തെങ്കിലും മാന്യമായ രീതിയിലായിരിക്കും. അത് ഇത് അല്ലാണ്ട് വളഞ്ഞ വഴി കുടിച്ചിട്ട് അധികാരം കൊള്ളിച്ചിട്ട് ദാവത്ത് നടത്തിയിട്ടൊന്നും അതിന് നിങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കല കൂടെ, മനസ്സിലായില്ലേ? ഇസ്ലാമിന്റെ ആളുകളുണ്ട്, എന്തിനേയും പേടിക്കല. ഇങ്ങനത്തെ ഈ ഗൊഡ്ഡുപതിരിക്കാൻ അതിനൊന്നും പേടിക്കാത്ത ആൾക്കാരാണ് ഇവിടുത്തെ സലഫികൾ. ഒരു സലഫി കുഞ്ഞിനെ നിങ്ങൾക്ക് ആനക്കും കഴിയല, നീ എന്ത് പ്രചരിപ്പിച്ചു. അതുകൊണ്ട് തോക്ക സക്കാഫിയെ തൽക്കാലം ഞാൻ പുറത്തും തന്നെ. ഇനി അടുത്ത ഭാഗത്തിലുണ്ടല്ലേ ഫുള്ള് വിശദീകരണമായിട്ട് വരുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.